പനയമ്പാടത്ത് ഇപ്പോൾ പ്രതിഷേധിച്ചവരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നു പോലീസ് എന്നുള്ള വാർത്തയാണ്. വലിയ പ്രതിഷേധമാണ്. മുസ്ലിം ലീഗും അതോടൊപ്പം തന്നെ നിരാഹാര സമരവുമായി സത്യഗ്രഹവുമായി കോൺഗ്രസുമുണ്ട്. ലീഗ് പ്രവർത്തകരെയാണെന്ന് തോന്നുന്നു അവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് നീക്കുന്നു. മുഹമ്മദ് ഇക്ബാൽ വിവരങ്ങൾ നൽകും. ഇക്ബാൽ, ഇപ്പോൾ ലീഗ് പ്രവർത്തകർ അവിടെ റോഡ് ഉപരോധിച്ചത് അവിടെ ഒരു ഗതാഗത സ്തംഭനത്തിലേക്ക് നയിച്ചിരുന്നു. അവരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണോ? സ്മൃതി, അല്പസമയം മുമ്പാണ് യൂത്ത് ലീഗിൻ്റെയും അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെയും എല്ലാം നേതൃത്വത്തിൽ പനയമ്പാടത്ത് വലിയ രീതിയിലൊരു പ്രതിഷേധം ഉപരോധമെല്ലാം ആരംഭിച്ചത്. ഈ പനയമ്പാടത്തെ റോഡിൻ്റെ അപാകത പരിഹരിക്കണം. പാലക്കാട് ദേശീയപാതയിൽ പനയമ്പാടത്തും കരിമ്പയിലും കല്ലടിക്കോടുമെല്ലാം അപകടങ്ങൾ പതിവായതോടുകൂടി ഈ റോഡിൻ്റെ അപാകത പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു ഉപരോധ സമരം ആരംഭിച്ചത്. ഇപ്പോൾ ആ സമരത്തിൻ്റെ ഉദ്ഘാടനത്തിന് ശേഷം പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കാൻ ശ്രമിച്ചതോടുകൂടി ആ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. നിരവധി പ്രവർത്തകർ ഇവിടേക്ക് എത്തിയിരുന്നു. തങ്ങൾ ഒരിക്കലും ഈ റോഡിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ ഈ വഴിക്ക് വാഹനങ്ങൾ കടത്തിവിടില്ല എന്നായിരുന്നു ലീഗ് പ്രവർത്തകർ പറഞ്ഞിരുന്നത്. ഈ സമരം നീണ്ടുപോയതുകൊണ്ട് തന്നെ ഗതാഗത കുരുക്ക് വലിയ രീതിയിൽ അനുഭവപ്പെട്ടിരുന്നു ദേശീയപാതയിൽ. ഈ സാഹചര്യവുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ പോലീസിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ഇവിടെ ഉപരോധം സംഘടിപ്പിച്ചിട്ടുള്ള മുസ്ലിം ലീഗ് പ്രവർത്തകരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കുന്നത്. ഇവിടെ മുസ്ലിം ലീഗിന്റെ ജില്ലാ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തി ഈ സമരം ഉദ്ഘാടനം ചെയ്തിട്ട് തൊട്ട് പിന്നാലെ പിന്നീട് സമരത്തിനെത്തിയ പല ആളുകളും റോഡിൽ കുത്തിയിരിക്കുകയായിരുന്നു. നാട്ടുകാരായ ആളുകൾ ഇവരിൽ ഉണ്ടായിരുന്നു. അവരുടെ നേതൃത്വത്തിൽ പിന്നീട് സമരം ശക്തമായതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഈ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമത്തിലേക്ക് ഇപ്പോൾ പോലീസ് കടന്നിരിക്കുന്നത്. നിരവധി പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. അവരെല്ലാം ഇപ്പോൾ പോലീസ് വാഹനത്തിലേക്ക് കയറ്റി കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. പക്ഷേ പല പ്രവർത്തകരും ഇവിടെ നിന്ന് പിന്തിരിഞ്ഞു പോകാൻ തയ്യാറാവുന്നില്ല. ഈ റോഡിൻ്റെ അപാകത പരിഹരിക്കണം. ആ അപാകത പരിഹരിക്കാതെ ഇനിയൊരു വാഹനം ഇതിൽ കൂടെ കടത്തിവിടില്ല. കാരണം ഇനി അപകടങ്ങൾ സംഭവിച്ചാൽ തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ജീവൻ നഷ്ടമാവും. അത് അത്തരത്തിലൊരു സാഹചര്യം ഇനി ഇവിടെ ഉണ്ടാക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഈ പ്രതിഷേധ സമരം ആരംഭിച്ചത്. അതിൻ്റെ വികാരമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വികാരമാണ് ഞങ്ങൾ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരാണ്. ഈ സമരം കൊണ്ടൊന്നും ഞങ്ങൾ അവസാനിപ്പിക്കില്ല. ഞങ്ങൾ നേതാക്കളെ എത്ര ആൾ അറസ്റ്റ് ചെയ്താലും ഞങ്ങൾ അണികൾ മുന്നോട്ടുണ്ടാകും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. മുസ്ലിം ലീഗ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി പോലീസ് വാഹനത്തിലേക്ക് കയറ്റിയിട്ടുണ്ട്. ആ പ്രവർത്തകരെ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. പക്ഷേ നിരവധി ലീഗ് പ്രവർത്തകരും യൂത്ത് ലീഗ് പ്രവർത്തകരും ഈ മേഖലയിലേക്ക് എത്തിയിട്ടുണ്ട്. അവർ ഈ പ്രതിഷേധ സമരം അവസാനിപ്പിക്കാൻ തയ്യാറാവുന്നില്ല. വാഹനത്തിൽ കയറാൻ കൂട്ടാക്കാതെ പല പ്രവർത്തകരും പിന്തിരിഞ്ഞ് വീണ്ടും ദേശീയപാതയിലേക്ക് തന്നെ കടന്ന് ഉപരോധം സംഘടിപ്പിക്കാൻ അല്ലെങ്കിൽ ഉപരോധവുമായി മുന്നോട്ട് പോകാൻ തയ്യാറാവുകയായിരുന്നു. അവരെയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്നത്. യൂത്ത് ലീഗിൻ്റെയും ലീഗിൻ്റെയും എല്ലാം ജില്ലാ ദേശീയ നേതാക്കൾ അവരെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് പോലീസ് നീക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ അറസ്റ്റ് ചെയ്ത പല പ്രവർത്തകരും ഇപ്പോഴും ഇവിടെ തന്നെ തുടരുന്നു. അവർ കരിമ മേഖലയിലെ പ്രവർത്തകർ ഉൾപ്പെടെയുണ്ട്. അവരിവിടെ ദേശീയപാതയിൽ തന്നെ പല പ്രവർത്തകരും വീണ്ടും ഈ ദേശീയപാതയിൽ തന്നെ തുടർന്ന് ഉപരോധവുമായി മുന്നോട്ട് പോവുകയാണ്. ഇതിനിടയിലൂടെ തന്നെ പോലീസ് വാഹനങ്ങൾ കടത്തിവിടാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ വാഹനങ്ങൾ കടത്തിവിടില്ല എന്നാണ് പ്രതിഷേധക്കാർ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. അവർ ഒരു ഭാഗത്ത് ഇപ്പോൾ മുദ്രാവാക്യ വിളികളുമായി ഉപരോധവും സമരവും തുടരുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണുന്നത്. നേരത്തെ ഈ സമരത്തിന് നേതൃത്വം കൊടുത്തുള്ള നേതാക്കളെല്ലാം പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ഇപ്പോൾ യൂത്ത് ലീഗിനെയും മുസ്ലിം ലീഗിനെയും എല്ലാ പ്രവർത്തകർ ഇപ്പോഴും ഈ മേഖലയിൽ തന്നെ തുടരുകയാണ്. അവർ മുദ്രാവാക്യ വിളികളുമായി ഈ മേഖലയിൽ തന്നെ തുടരുന്നതിൻ്റെ ദൃശ്യങ്ങൾ കാണുന്നു. അവരുടെ നേതാക്കളും മറ്റാളുകളും എത്തി അവരെ അനുനയിപ്പിക്കാൻ ശ്രമം നടക്കുന്നുണ്ട്. പോലീസും അവരുമായി ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷേ അവരാരും പിന്തിരിഞ്ഞു പോകാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. സംഘർഷത്തിന്റെ സാഹചര്യമാണ് പനയമ്പാടത്ത് യൂത്ത് ലീഗ് പ്രവർത്തകരുടെ പ്രതിഷേധം. കുറച്ചുപേരെ അറസ്റ്റ് ചെയ്ത് നീക്കി. ബാക്കിയുള്ളവർ റോഡിൽ നിന്ന് മാറാനും തയ്യാറാകുന്നില്ല, അറസ്റ്റ് വരിക്കാനും തയ്യാറാകുന്നില്ല. ഇക്ബാൽ, ആ പ്രദേശത്ത് ദേശീയപാതയാണ് ഉപരോധിക്കുന്നത്. വാഹനങ്ങൾ അവിടെ ഒരു തരത്തിലും കടത്തിവിടാത്ത രീതിയിലുള്ള പ്രതിഷേധമാണോ? അങ്ങനെയെങ്കിലും വാഹനങ്ങൾ നീണ്ട നിരയുണ്ടോ അവിടെ? വലിയ രീതിയിൽ തന്നെ ഗതാഗത തടസ്സം ഇവിടെ മേഖലയിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ തടസ്സം നീക്കുന്നതിന് കൂടി ഭാഗമായാണ് ഇപ്പോൾ പോലീസ് എത്തി ഈ പ്രതിഷേധക്കാരെ ഇപ്പോൾ നീക്കാനുള്ള ശ്രമം നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ പ്രവർത്തകരെ ഒരു വശത്തേക്ക് റോഡിൻ്റെ ഒരു വശത്തേക്ക് അകക്കി വാഹനങ്ങൾ കടത്തിവിടുകയാണ് പോലീസ്. പക്ഷേ ഈ പ്രതിഷേധവുമായി മുന്നോട്ട് തന്നെ പോകുമെന്നാണ് പ്രതിഷേധക്കാർ അറിയിച്ചിട്ടുള്ളത്. പ്രദേശവാസികളായ ലീഗിൻ്റെ മുസ്ലിം ലീഗിനെയും യൂത്ത് ലീഗിനെയും എല്ലാ പ്രവർത്തകരുടെ നേതൃത്വത്തിലായിരുന്നു ഇത്തരത്തിൽ ഒരു പ്രതിഷേധ സമരവുമായി അവർ മുന്നോട്ട് പോയിരുന്നത്. ഈ സമരം നിരന്തരമായ ഒരു സമരത്തിന്റെ ഭാഗമാണ്. ദേശീയപാത പൂർണ്ണമായും നിശ്ചലമാക്കിയ ഒരു സമരത്തിന് മുസ്ലിം ലീഗ്
മുസ്ലിം ലീഗിന്റെ ചരിത്രം അതിന് തയ്യാറാവാത്തത് കൊണ്ട് ഭരണാധികാരികളോട് നിയമപാലകരോട് ഡിവൈഡറുകൾ എത്രയും പെട്ടെന്ന് സ്ഥാപിക്കണം എന്നാണ്. ഡിവൈഡർ ഒന്നും പോരാ. ഇന്നലത്തെ പ്രശ്നത്തിനുള്ള പരിഹാരത്തിന് വേണ്ടി ഇന്ന് സംഭവ സ്ഥലം സന്ദർശിക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥർ വരും, രാവിലെ വരുമെന്ന് പറഞ്ഞു. മന്ത്രിയുടെ വരവിന് മാനിച്ച് ഇന്ന് വൈകുന്നേരത്തിലേക്ക് മാറ്റിയെന്നാണ് അറിയുന്നത്. ഇങ്ങനെയുള്ള പ്രഹസനമായ പരിഹാരമല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ശാശ്വതമായ പരിഹാരം ഇവിടെ നിർമ്മിക്കണം. ഈ ദേശീയപാത പുനർനിർമ്മിച്ചെങ്കിൽ മാത്രമാണ് ഈ പ്രശ്നത്തിന് പരിഹാരമുള്ളൂ. ഈ സ്പോട്ടിൽ 7, 4, 11 വിലപ്പെട്ട ജീവനുകളാണ് പൊലിഞ്ഞിട്ടുള്ളത്. ഈ 4 പിഞ്ചു മക്കളുടെ ജീവൻ ഉൾപ്പെടെ 11 പേരുടെ ജീവന് നഷ്ടമായിട്ടുണ്ട്. ഇനി മേലിൽ അത്തരത്തിലുള്ള ഒരു പ്രശ്നത്തിലേക്ക് പോകാതെ അത്തരം ജീവനുകൾക്ക് ഹാനി വരാതെ സൂക്ഷിക്കണമെങ്കിൽ ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരമാണ് ആവശ്യം. ആ ശാശ്വതമായ പരിഹാരത്തിന് വേണ്ടി മുസ്ലിം യൂത്ത് ലീഗ് നടത്തിയിട്ടുള്ള ഈ ധർമ്മസമരമാണ് ഇവിടെ അധികൃതരുടെ തീർച്ചയായിട്ടും നമ്മൾ നിർദ്ദേശിച്ചിട്ടുള്ളതാണ്. നമ്മുടെ നിർദ്ദേശം നിരന്തരമായി സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. 3 വർഷമായി 2.5 വർഷക്കാലമായി മുസ്ലിം ലീഗ് രാപ്പകൽ സമരം നടത്തിയിട്ടുണ്ട്. പ്രാദേശിക സംവിധാനങ്ങൾ സമരം നടത്തിയിട്ടുണ്ട്. അന്നൊക്കെ സമരം നടത്തിയിട്ട് പരിഹാരം നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇവിടുന്ന് IIT-യുടെ വിദഗ്ധരായ ആളുകൾ ഇവിടെ സന്ദർശനം നടത്തി. MVD കേരളത്തിൻ്റെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് സന്ദർശനം നടത്തിയിട്ട് പനയമ്പാടം പ്രദേശത്തെ ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരത്തിന് വേണ്ടി 84 ലക്ഷം രൂപയുടെ ഒരു എസ്റ്റിമേറ്റ് മുഖ്യമന്ത്രിയുടെ മേശക്കകത്ത് ഇരുന്നുറങ്ങുകയാണ്. ആ ഉറങ്ങുന്ന ആ റിപ്പോർട്ട് പുനഃപരിശോധിച്ചുകൊണ്ട് ഈ പ്രദേശത്ത് ശാശ്വതമായ പരിഹാരത്തിന് വേണ്ടി ഈ റോഡ് പുനർനിർമ്മിക്കണമെന്നാണ് മുസ്ലിം ലീഗ് ഈ സമരത്തിലൂടെ ആവശ്യപ്പെടുന്നത്. മന്ത്രി കാണാഞ്ഞിട്ടല്ലോ, മുഖ്യമന്ത്രിയുടെ മുമ്പിൽ ഈ ഒരു 23 വർഷമായിട്ട് ഈ കിടക്കേണ്ടത്. മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്തിരിക്കുന്ന ഫയൽ നോക്കാൻ എന്തിനാ ഇവിടുന്ന് ട്രാൻസ്പോർട്ട് മന്ത്രി മുഖ്യമന്ത്രിയുടെ മുമ്പിൽ ഇത് കിടന്നുറങ്ങാന്ന് പറഞ്ഞല്ലോ. ഇത് 2021 ഇവിടെ രാപ്പകൽ സമരം നടത്തിയാണ് ഞങ്ങൾ. നിരന്തരമായ സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഈ സമരങ്ങൾ നടത്തുമ്പോൾ ഇവിടെ ഇങ്ങനെ ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ മാത്രം കണ്ണുറന്നാൽ പോരാ. ഇവിടെ വൺ വേ ഉണ്ടാക്കിക്കൊണ്ട് ഇവിടെ ശാശ്വതമായ പരിഹാരം വേണം. റോഡ് അലൈൻമെൻറ്റിൽ തന്നെ വലിയ അപാകതകളാണ്, റോഡ് പണിയിൽ തന്നെ വലിയ അപാകതകളാണ്. അത് പരിഹരിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതാണ് ചെയ്യേണ്ടത്. വെറുതെ ഫയൽ കൂട്ടിയിട്ടൊരു കാര്യമില്ലല്ലോ. അല്ലെങ്കിൽ തന്നെ മുഖ്യമന്ത്രി മേശപ്പുറത്ത് എല്ലാ ഫയലും കൂട്ടിക്കിട്ട് കിടക്കുകയാണ്. എന്ത് പരിപാടി നടക്കുന്നത്? എന്ത് പരിപാടിയാണ് നടക്കുന്നത്? മുഖ്യമന്ത്രിക്ക് ദേശീയപാത നിർമ്മാണത്തിൽ പാലിക്കേണ്ട സാമാന്യ മര്യാദ പോലും പാലിക്കാതെയാണ് ദേശീയപാത അധികൃതർ ഈ നിർമ്മാണം ആരംഭിച്ചത്. ഇവിടെ ഈ പ്രദേശത്ത് യാതൊരു അപകടവും ഉണ്ടായിരുന്നില്ല. ഈ നിർമ്മാണം നടക്കുന്നതിന് മുമ്പ് ദേശീയപാത നിർമ്മിക്കുമ്പോൾ അതിൻ്റെ സൗകര്യങ്ങൾ ഈ പ്രദേശത്തുകാർക്കുണ്ടാവണം, അതുപോലെ തന്നെ ഇതിലൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്കുണ്ടാവണം. അതൊന്നും ഉണ്ടായിട്ടില്ല. മാത്രമല്ല ഈ പറയുന്ന ദേശീയപാത അധികൃതർ അന്ന് കൺസൾട്ടൻസി ആയിട്ട് സത്ര എന്നൊരു ഏജൻസിയെ ഏൽപ്പിച്ചു. അവർ ഈ സ്ഥലം സന്ദർശിച്ചിട്ടില്ല എന്ന് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ പ്രസ്താവനയെന്ന് ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഈ പ്രദേശം സന്ദർശിക്കാതെ ഈ വിഷയത്തിന്റെ ഡിസൈൻ ഉണ്ടാക്കിക്കൊണ്ട് സത്ര എന്ന കൺസൾട്ടൻസിയാണ് ഇതിൽ യഥാർത്ഥ പ്രതികൾ. ഇവിടെ വന്ന് സന്ദർശിച്ച് ഇവിടെ ഏത് രീതിയിലുള്ള റോഡാണ് അനുയോജ്യം അതിനനുസരിച്ചുള്ള ഡിസൈൻ ഇല്ല. മാത്രമല്ല ആവശ്യമായ ഡ്രെയിനേജ് സൗകര്യമില്ല. 46 കിലോമീറ്ററിൽ 92 കിലോമീറ്റർ ഡ്രെയിനേജ് വേണ്ടെടുത്ത് 18 കിലോമീറ്റർ ഡ്രെയിനേജിന്റെ പ്രൊവിഷൻ മാത്രമാണ് ഈ എസ്റ്റിമേറ്റിൽ ഉണ്ടായിട്ടുള്ളത്. 18 കിലോമീറ്റർ കൊണ്ട് ഈ റോഡ് എങ്ങനെ പണിയും? സാധാരണ ഒരു പഞ്ചായത്ത് റോഡിന് പോലും പാലിക്കേണ്ട മര്യാദ പാലിക്കാതെയാണ് ഈ ദേശീയപാത നിർമ്മിച്ചിട്ടുള്ളത്. അശാസ്ത്രീയമാണ്. അതുകൊണ്ട് പുനർനിർമ്മിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ശാശ്വതമായ പരിഹാരമുണ്ടാവൂ എന്നാണ് മുസ്ലിം ലീഗ് ആവശ്യപ്പെടുന്നത്. നിരന്തരം സമരങ്ങൾ ഉണ്ടാവും. ഈ സമരം ഒരു സൂചന മാത്രമാണ്. ഇതുകൊണ്ട് ഞങ്ങൾ അവസാനിപ്പിക്കില്ല. ഇതൊരു തുടക്കം മാത്രമാണ്. ഈ സമരം കൊണ്ട് ഇവിടെ മന്ത്രി വന്നതുകൊണ്ട് മാത്രമൊന്നും ആയില്ല. ഇതിനു മുമ്പും പല മന്ത്രിമാരും വന്നിട്ടുണ്ട്. അതുകൊണ്ട് കാര്യമില്ല. അടിയന്തര പ്രാധാന്യമായിക്കൊണ്ട് ഈ ഒരു ജീവൻ പൊലിയുമ്പോഴല്ല നോക്കേണ്ടത്, 4 ജീവൻ പൊലിയുമ്പോഴല്ല നോക്കേണ്ടത്. നോക്കേണ്ട സമയത്ത് നോക്കിയിട്ടില്ല. അധികാരികളുടെ കണ്ണുകളിൽ ഈ ഇടപാട് എത്ര കാര്യങ്ങളിൽ ഇടപെട്ടിട്ടും അത് ഈ നിമിഷം വരെ, ഈ കാലം വരെ നിർമ്മാണ സമയത്ത് ഈ ഹൈറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ ഹൈറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇവിടുത്തെ ഈ കുന്ന് ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ തന്നെ നമുക്ക് നോക്കിയാൽ അറിയാവുന്ന കാര്യങ്ങളാണ്. ആരുടെയെങ്കിലും താല്പര്യത്തിന് വഴങ്ങിക്കൊണ്ടാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥ വർഗവും അതുപോലെ അധികാര വർഗങ്ങളും ചെയ്തിട്ടുള്ളത്. അതിൻ്റെ അപാകതയാണ് ഈ പാവപ്പെട്ട ജനങ്ങളുടെ, ഈ കുട്ടികളുടെ ജീവന് എടുക്കാൻ കാരണമായത്. ഇവിടെ ഗവൺമെന്റ്
മായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ആ സ്മൃതി മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ ഉൾപ്പെടെ അറിയിച്ചിട്ടുള്ളത്. ദുബായ് കുന്ന്, ആ കുന്ന് ഉൾപ്പെടെയുള്ള നിവർത്തിക്കൊണ്ട് അല്ലെങ്കിൽ അത് നികത്തിക്കൊണ്ട് ദേശീയപാതയുടെ ഈ പനിയമ്പാടം മേഖലയിലുള്ള ഈ വളവ് മാറ്റിക്കൊണ്ട് വേണം ഇനി പുതിയൊരു റോഡ് നിർമ്മിക്കാൻ. പുതിയൊരു റോഡ് നിർമ്മിച്ചാൽ മാത്രമേ ഈ പ്രശ്നത്തിന് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയൂ എന്നാണ് ഇപ്പോൾ പ്രതിഷേധക്കാർ അറിയിച്ചിട്ടുള്ളത്. താൽക്കാലിക തട്ടിക്കൂട്ട് പരിഹാരങ്ങളല്ല വേണ്ടതെന്ന് നാട്ടുകാർ പറയുന്നു.